ചേച്ചി, ഇപ്പം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഒരു കുതിച്ചുചാട്ടത്തിലേക്ക് പോകുന്നു. ധനമന്ത്രി കെ.എൻ. വേണുഗോപാൽ പറയുന്നു. വ്യവസായ മന്ത്രിയായ പി രാജീവ് പറയുന്നു നമുക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. 40,000-ഓളം പ്രൊഫഷണലുകളാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത്. പക്ഷേ നേരത്തെ ഈ കൊറോണ ഉണ്ടായ സമയത്തും പറഞ്ഞിരുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്ന്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് തൊഴിൽ നഷ്ടപ്പെട്ടു വന്നാൽ ഇവർക്കെല്ലാം ഇവിടെ തൊഴിൽ നൽകാമെന്ന്. പൈസ കൊടുക്കാം. ആർക്കെങ്കിലും തൊഴിലോ പൈസയോ കിട്ടിയപ്പോൾ ഈ ഇടയ്ക്കും കൂടെ ഞാൻ വായിച്ചു, അവർക്ക് ആർക്കും തന്നെ ഒന്നും യാതൊരുവിധ സാമ്പത്തിക സഹായവും കേരള ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. ഇപ്പൊ കേരളം നമ്പർ 1 എന്ന് പറയുകയാണെങ്കിൽ സിനുജി റെമിറ്റൻസ് കൊണ്ടാണ്. അല്ലാണ്ട് ഇവിടെ യാതൊരു വിധത്തിലുള്ള തൊഴിലവസരങ്ങളുമില്ല, ഫാക്ടറികളില്ല. പണ്ടുണ്ടായിരുന്നു ധാരാളം. എൻ്റെ അച്ഛൻ തന്നെ 70ഓളം ഫാക്ടറികളുടെ യൂണിയൻ നേതാവായിരുന്നു. ഇപ്പം അതിൽ എത്ര ഫാക്ടറികളുണ്ട്, അതിൽ തന്നെ എത്ര ഫാക്ടറികൾ ലാഭത്തിൽ പ്രവർത്തിക്കുന്നു. ഇവിടെ തൊഴിലവസരമില്ല. ആകെ കൊച്ചിൻ ഷിപ്പ്യാർഡ്, BPCL ഉണ്ട്, അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ. പ്രൈവറ്റ് ആയിട്ടുള്ള കിറ്റക്സ് ഓടിച്ചു വിട്ടില്ല, നിന്ന നിപ്പിന് ഓടിച്ചു വിട്ടിട്ട് ആന്ധ്രാപ്രദേശിൽ നിന്ന് പ്രൈവറ്റ് ജെറ്റ് അയച്ചിട്ടാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത്. ഇപ്പോൾ അവിടെ അദ്ദേഹം പുറത്ത് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. അവിടെ ഒരു പ്രോബ്ലം വന്നപ്പോൾ ഇന്ത്യയിൽ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് എല്ലാ മാർക്കറ്റിലും പുറത്ത് വിറ്റുന്നതിനേക്കാൾ കൂടുതൽ തുക അദ്ദേഹത്തിന് തിരിച്ചു ലഭിക്കുന്നു. ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു വലിയൊരു വിപണി നമ്മുടെ നാട്ടിൽ മേടിക്കാൻ പറ്റി. 3 പ്രാവശ്യം ഇരട്ടി അമേരിക്കയിലേക്ക് അയക്കുന്നതിനേക്കാൾ ലാഭം കിട്ടിയെന്നാണ് അത് ശ്രീ സാബു പറയുന്നത്. അപ്പോൾ സിനുജി, കുറച്ച് നാൾ മുമ്പ് സിനുജി വായിച്ചിട്ടുണ്ടാവും, 3 ലക്ഷം തൊഴിലവസരങ്ങൾ കേരളത്തിൽ തുറന്നു. ഞാൻ നടന്നു. മുദ്രാ ലോണൊക്കെ എത്ര കിട്ടിയിരുന്നു? വെറുതെ നമുക്ക് തുറക്കാൻ പറ്റില്ലല്ലോ. എത്രയൊക്കെ ഒന്നുമില്ല. ഈവൻ പെട്ടിക്കട നടത്തുന്നവർ, പാൻ പരാഗ് വിൽക്കുന്നവർ, അവരെയൊക്കെ എടുത്തിട്ട് പോലും 3 ലക്ഷം പേരെ എത്തിക്കാൻ പറ്റില്ല. ഞാനൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയിരുന്നല്ലോ. ചുമ്മാ ഞാൻ വിഴുകൂല. ഞാൻ എന്ത് കേട്ടാലും അതിൻ്റെ പുറകെ ഒന്ന് നടന്ന് അറ്റ്ലീസ്റ്റ് എറണാകുളത്തെങ്കിലും നോക്കും. ഒന്നുമില്ല. ഇപ്പം ഇദ്ദേഹം പറയുന്നത് ഈ 40,000 പ്രൊഫഷണലുകൾ കേരളത്തിലേക്ക് മടങ്ങിയെത്തുകയാണ്. കേരളം അതുകൊണ്ട് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ കുതിച്ചുയരും. ഇവിടെ മുഴുവൻ പുതിയ പുതിയ ബിസിനസ്സുകൾ വരും. ധാരാളം പേർക്ക് ജോലി കിട്ടും. എൻ്റെ സിനുജി, ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് എന്നോട് പറഞ്ഞത് പുറം രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ബ്രെയിൻ ഒരു വലിയ ബ്രെയിൻ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. ഈവൻ നഴ്സുമാരാണെങ്കിൽ പോലും ആതുര ശുശ്രൂഷ രംഗത്ത് നമ്മളുടെ നഴ്സുമാരെ കവച്ച് വെച്ചിട്ട് വേറെ ആരും ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഒരു പ്രത്യേക മനസ്ഥിതി കൊണ്ടായിരിക്കാം രോഗി പരിചരണത്തിലും. ഈവൻ ഇപ്പോൾ ഇസ്രയേലിലെ പല രാജ്യങ്ങളിലും പോവുകയാണെങ്കിൽ ഹോം നഴ്സുമാരായിട്ട് പുരുഷന്മാരും സ്ത്രീകളും നമ്മളുടെ ആളുകളെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്, നമ്മളുടെ ഒരു ഇത് കാരണം. ആ റെമിറ്റൻസ് വച്ചിട്ടായിരുന്നു കേരളം നമ്പർ 1 ആയിട്ടിരുന്നിരുന്നത്. അല്ലാണ്ട് ഇവിടെ ആരും ജോലി ചെയ്തിട്ടില്ല. ശരിക്കും പറയുകയാണെങ്കിൽ വൃദ്ധരായ അച്ഛനും അമ്മയും നോക്കാനായിട്ട് നേപ്പാളിൽ നിന്നും ബംഗാളിൽ നിന്നുമൊക്കെ ആൾക്കാരെ വെച്ചിട്ട് മക്കൾ പുറത്തു പോയി കിടന്നും ശരിക്കും ബുദ്ധിമുട്ടിയിട്ട് കാശ് അയച്ചു കൊടുത്തിട്ടാണ് കേരളം നമ്പർ 1 ആയത്. കേരളത്തിലെ ആരോഗ്യരംഗം എങ്ങനെയാണ് നമ്പർ 1 ആയത്? ഇവിടെയുള്ള ജനറൽ ആശുപത്രി കാരണങ്ങളാണോ? താലൂക്ക് ആശുപത്രി കാരണമാണോ? ഒന്നുമല്ല. പ്രൈവറ്റ് സെക്ടറിൽ ഉള്ള ആശുപത്രികളുടെ മികച്ച സേവനം കാരനാണ് കേരളം. അത് കൊടുക്കാനുള്ള പൈസ ഉണ്ടെന്ന് വെച്ചോളൂ. കേരളത്തിലെ ജനങ്ങൾക്ക് അത് കൊടുക്കാനുള്ള പൈസയുണ്ട്, അത് വിചാരിച്ചോളൂ. ഇപ്പം നമ്മുടെ റെമിറ്റൻസ് എന്താ കുറയുന്നത്? ഇവിടെയുള്ള നമ്മളുടെ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ നിന്നുള്ള പൈസ അവരുടെ രാജ്യങ്ങളിലേക്ക് അയക്കുമ്പോൾ അവരുടെ സ്റ്റേറ്റിലേക്ക്. അവരൊരു തവണ എന്നോട് പറയാം, ഞാൻ വെച്ചാൽ നിങ്ങൾ എവിടെ, എല്ലാവരും ഫ്ലൈറ്റിലാണ് പോകാട്ടോ, ദുബായിലേക്ക് പോകുന്നവർ എൻ്റെ അടുത്തിരിക്കുന്നു. അപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ദുബായ്, കേരള. ഞാൻ ഇങ്ങനെ പോയി അങ്ങനെ പറഞ്ഞാണ് കൊണ്ടുവരുന്നത്. ദുബായിലൊരു സ്ഥലം പോലെ ദുബായിലുള്ള ഒരു സ്ഥലമാണ് കേരളം എന്നുള്ള പോലെ അത് പറഞ്ഞാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ദുബായ് പോയി കാണുന്നത് ആദ്യത്തെ കാലങ്ങളിൽ കാണുന്ന 3-4 ലെവലില് ഈ ബങ്ക് ബെഡുകളിലാണ് ആൾക്കാർ കിടക്കുന്നത്. ഈയിടയ്ക്ക് യൂറോപ്പിൽ പോയപ്പോൾ നാസി ക്യാമ്പിലും അതുപോലെ നമുക്ക് ഇരിക്കാൻ പോലും പറ്റില്ല, ഇങ്ങനെ കയറി കിടക്കാനേ പറ്റുള്ളൂ. അങ്ങനെ കിടന്ന് ഈ പൊതിര വെയിലത്തും അറബികളുടെ എല്ലാ ഇതും ചെയ്തും അവർ ജീവിച്ചാണ് ഇങ്ങോട്ടേക്ക് കാശ് അയച്ചുകൊണ്ടിരുന്നിരുന്നത്. അത് വെച്ച് ഇവിടെ നമ്മുടെ എക്കോണമി കൂടിയെന്നല്ലാണ്ട് ഈ മാറി മാറി ഭരിച്ച ഗവൺമെൻറ്റുകൾ ഇവിടുത്തെ എല്ലാ സമ്പദ് വ്യവസ്ഥയും തകർത്തു. നമുക്കെല്ലാം പുറത്തുനിന്ന് വരണം. ഈ കൊറോണ സമയത്ത് വണ്ടികൾ ഓടിയില്ലല്ലോ. 5 പൈസയ്ക്കുള്ള ഭക്ഷണം ഇവിടെ ഉണ്ടായിരുന്നോ? എല്ലാ സർക്കാർ കൊടുക്കുമെന്ന് പറഞ്ഞു. എന്ത് കൊടുക്കുമെന്ന് പറഞ്ഞു? ഇല്ലില്ല. അന്നാണ് ഞാൻ പച്ചക്കറി കൃഷിയൊക്കെ എൻ്റെ വീട്ടിൽ തുടങ്ങിയത്. എന്നിട്ട് അതിൽ നിന്ന് മുളക്, തക്കാളി, വെണ്ടയ്ക്ക എന്തെങ്കിലും കഴിച്ച് ജീവിക്കാമല്ലോ എന്ന്. സിനുജി, ഇപ്പം ഇവർ പറയുന്നുണ്ട് 40,000 പ്രൊഫഷണൽ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവർക്ക് എവിടെ ജോലി കൊടുക്കാനാ? കൊറോണയുടെ സമയത്ത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ജോലി കൊടുത്തോ? 1-2 പേര് ആത്മഹത്യ ചെയ്യുകയും കൂടെ ചെയ്തു. ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം കേരളത്തിലില്ല. ആ സിംഗിൾ വിൻഡോയിൽ കൂടെ കാശ് കൊടുക്കാൻ അങ്ങോട്ടേക്ക് തിരിച്ച് നമുക്ക് എടുക്കാൻ പറ്റൂല.
നമ്മളിങ്ങനെ നടത്തിച്ച് അവസാനം നമ്മൾ VKC പാദരക്ഷയുടെ പരസ്യത്തിനുള്ള മോഡലാക്കി എടുക്കും. ഈ 40,000 പേര് വന്നിട്ട് അവർ തിരിച്ചു വന്നതാണ്. ഇപ്പം ഇദ്ദേഹം പറഞ്ഞതുപോലെ പല രാജ്യങ്ങളിലും ജോലി അവസരങ്ങൾ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം അമേരിക്ക തന്നെ ഞാൻ പറഞ്ഞില്ലേ, 7 ലക്ഷത്തോളം അമേരിക്കൻ ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പം ഇതില്ല, അവർക്ക് ശമ്പളം കിട്ടുന്നില്ല. അപ്പോൾ അവരെങ്ങോട്ട് തിരിച്ചു വരും? അവർ രാജ്യത്തേക്ക് തിരിച്ചു വരും. കാരണം ഇവിടെ അവർ എന്തെങ്കിലും ഫ്ലാറ്റുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല ഫ്ലാറ്റുകളിലും 2-3 പേര് താമസിക്കുന്നുണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ഒരു അസറ്റ് എന്നുള്ള നിലയിൽ ഇവർ മേടിച്ച് പൂട്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരിവിടെ വന്ന് താമസിച്ച് അവർ റെമിറ്റൻസ് മണി വെച്ച് ജീവിക്കും, അല്ലെങ്കിൽ ഫ്ലാറ്റ് വാടകയ്ക്ക് കൊടുത്ത് ഒരു ചെറിയ ഒരു വീട്ടിലേക്ക്, കുറച്ചും കൂടെ ചെറിയ ഒരു ഫ്ലാറ്റിലേക്ക് മാറുകയൊക്കെ ചെയ്യാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് P. രാജീവ് പറയുന്ന പോലെ ഏതെങ്കിലും ബുദ്ധിയും ബോധവുമുള്ള ഒരാൾ കേരളത്തിലൊരു വ്യവസായം തുടങ്ങും. വ്യവസായം തുടങ്ങിയാൽ പിറ്റേ ദിവസം അവിടെ ചുമന്ന കൊടിയല്ലേ. പക്ഷെ വ്യവസായ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്നാണല്ലോ പറയുന്നത്. അത് അവർക്ക് എന്തും പറയാലോ. വ്യവസായ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം. നിക്ഷേപിച്ചാൽ മതി. നിക്ഷേപിച്ച് സൗഹൃദത്തോടെ തിരിച്ചു പോവുക. നിക്ഷേപം എന്ത് ചെയ്യും എന്നുള്ളത് ഗവൺമെന്റ് തീരുമാനിക്കും. നിങ്ങൾ ഇവിടെ കിടന്ന് വില കണ്ട വ്യവസായ നിക്ഷേപ, വ്യവസായികൾക്ക് സൗഹൃദം എന്ന് പറഞ്ഞിട്ടില്ല, നിക്ഷേപിക്കാൻ സൗഹൃദം. അത് കഴിഞ്ഞ് ഇവർ തീരുമാനിച്ചോളും, അല്ലെങ്കിൽ ഇവരുടെ CITUവിൻ്റെ ആൾക്കാർ തീരുമാനിച്ചോളും. സിനുജൻ ഞാനൊരു ചെറിയ ബിസിനസ് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ ഇവർ കൊണ്ടുവന്ന് CITUവിൻ്റെ ആൾക്കാർ കൊണ്ടുവന്ന് ഷർട്ട് തൂക്കിയിടും. 8-9 മണിയാകുമ്പോൾ കൊണ്ട് ഷർട്ട് ഒരു ആണി അടിച്ച് തൂക്കിയിടും. വൈകുന്നേരം 5:30 മണിക്ക്, അന്നൊക്കെ 800 രൂപയാണ് ടച്ച്, 800 രൂപ ഞാൻ ഇവർക്ക് കൊടുക്കണം. ഷർട്ട് തൂങ്ങണേന്. CITUവും തൂക്കിയിടും, INTUCയും കൂടി തൂക്കിയിടും. എൻ്റെ 2 പണിക്കാരുണ്ടെങ്കിൽ അവരുടെ ഓരോ പണിക്കാരെ ഞാൻ എടുക്കണം. അപ്പം ഞാൻ നിങ്ങൾ ജോലി ചെയ്യാനൊന്നും പറ്റില്ല, ഞങ്ങൾക്ക് അടുത്ത സൈറ്റിൽ പോകാനുണ്ട്. അപ്പൊ അവിടെ ജോലി പ്രതീകാത്മകമാണ്. അതിൽ നിന്ന് ഇവർക്ക് കൊടുക്കുമായിരിക്കും, CITUവിലേക്ക് കൊടുക്കുമായിരിക്കും. ഞാൻ പറഞ്ഞു പറ്റൂല, ഞാനൊരു തൊഴിലാളി യൂണിയൻ നേതാവിൻ്റെ മകൾ തന്നെയാണ്, നിങ്ങൾ ജോലി ചെയ്യൂ. ജോലി ചെയ്യാൻ അറിയില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ. അതൊന്നും പറ്റില്ല. 2 ദിവസവും കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തരില്ല, ഞാൻ ബുദ്ധിമുട്ടി, ഈ പൊടി നിന്നുണ്ടാക്കുന്ന പൈസ ഞാൻ തരില്ല, നിങ്ങൾ ഇവിടുന്ന് പോകാൻ സമ്മതിക്കില്ല, ഞങ്ങൾ പിക്കറ്റ് ചെയ്യും. ചെയ്തോളൂ, ഞാനൊന്ന് കാറിൽ കയറി ഇരുന്നോട്ടെ. കാറിൽ കയറി ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് അവർ മുമ്പിൽ ഇരിക്കാൻ തുടങ്ങി കേട്ടോ. എനിക്ക് ഇപ്പോഴും സൈറ്റ് ഓർമ്മയുണ്ട്, ഐലൻഡില്ല. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ലാപ്ടോപ്പ് തുറന്ന് എനിക്ക് ചെയ്യാനുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു. AC ഇട്ടിട്ടുണ്ട്. ഇവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ചൂട് ഇനി മുട്ടി. ഞാൻ ചെന്താ താഴ്ത്താൻ പറഞ്ഞു. എന്താ തീരുമാനം? ഞാൻ ഒരു തീരുമാനം, ഒരു വാക്കേ ഉള്ളൂ, എനിക്കൊരു വാക്കേ ഉള്ളൂ. ഞാൻ മുതലാളിയൊന്നുമല്ല, ഞാനും കൂടെ നിന്ന് ജോലി ചെയ്യുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഈ ഷർട്ടിൻ്റെ പോക്കറ്റിൽ പൈസ ഇട്ട് കൊടുക്കാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾ ഇവിടെ നിൽക്കണം, ജോലി ചെയ്യണം. നിങ്ങൾക്ക് ജോലി ചെയ്യാൻ അറിയില്ല. ഇവർ പറഞ്ഞ് ഇവരാണ് എക്സ്പേർട്ട് ജോലിക്കാരെന്ന്. അതായത് ടൈൽസ് ഇടുക, പ്ലംബിങ്, സീലിംഗ്, അതിൻ്റെയൊക്കെ. ഈ ഷർട്ടിലേക്ക് ഞാൻ പൈസ ഇട്ട് കൊടുക്കണമെന്ന്. അവസാനം ഒരു 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവർക്ക് വയ്യാണ്ടായി. ഇവർ പറഞ്ഞു ശരി, ഞങ്ങൾ ആ ഷർട്ട് എടുത്തോളാം. കാരണം ഞാൻ അവിടെ ഇരുന്നു. കാരണം എനിക്കിഷ്ടം പോലെ ജോലിയാണ്. ഞാനുണ്ട്. ഇതുപോലെയല്ലേ വ്യവസായ സൗഹൃദം എന്ന് പറഞ്ഞിട്ട് എന്നെ ഇനി ഐലൻഡിനുള്ളിൽ കയറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്തു. എനിക്ക് എന്തെങ്കിലും ഐലൻഡിൽ വെച്ച് സംഭവിക്കുകയാണെങ്കിൽ ഇതാണ് കാരണം. ഇവർക്ക് വെറുതെ പൈസ കൊടുക്കാൻ, പോക്കറ്റിൽ പൈസ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാരണം ഇവരെന്നെ പിക്കറ്റ് ചെയ്തോ അനങ്ങാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. പിന്നെ ഓഫീസർ പറഞ്ഞു മാഡം ഐലൻഡിലേക്ക് കയറുമ്പോൾ ഞങ്ങളൊന്ന് വിളിച്ചോളൂ കേട്ടോ എന്ന്. പക്ഷെ ഞാൻ പറയുന്നത് ഇതുപോലെയല്ലേ വ്യവസായ സൗഹൃദം എന്ന് പറയുന്നത്. ഒരു ആളെയും ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. നമ്മൾ ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന പൈസയുടെ പങ്ക് പിടുങ്ങാൻ ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കണം. ഇവരെന്നാൽ തയ്യാറായിട്ടുണ്ട് താനും. ഈ 40,000 പ്രൊഫഷണൽസ് വന്നിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? ഈ പ്രൊഫഷണൽസിന് ഇവരെന്ത് സഹായം കൊടുക്കാൻ പോകുന്നു? ഓൾറെഡി പ്രൊഫഷണലായിട്ട് നടന്നുകൊണ്ടിരുന്ന കമ്പനികൾ ഇവിടുന്ന് പൂട്ടി അയച്ച ഈ സർക്കാർ ഇവർക്ക് എന്താണ് കൊടുക്കാൻ പോകുന്നത്? അതും നമുക്കൊന്നറിയണം. ഒരു വിവരാവകാശം വെച്ച് നോക്കണം. ഈ 40,000 പേരുടെ പേരും അഡ്രസ്സും നമുക്ക് വേണം. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നറിയണം. അതുപോലെ തന്നെ CAG റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു, കേരളം കടക്കടിയിലാണ്, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാണ് കേരളം എന്ന് പറയുന്നുണ്ട്. അവർ പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ കടമെടുക്കുന്ന തുകയുടെ 5.25%, 5.18% മാത്രമേ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുള്ളൂ. ആ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ നമ്പർ 1 ആക്കുക? 5.18% കടമെടുക്കുന്ന പൈസയുടെ തുക വെച്ച് 40,000 പ്രൊഫഷണലിൽ പോയിട്ട് 4 പ്രൊഫഷണലുകൾക്ക് ഒരു നല്ല ഒരു സെറ്റപ്പ് ഉണ്ടാക്കി, ഫാക്ടറി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? അവരുടെ ബുദ്ധിക്ക് അനുസരിച്ച് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമോ? 64% ഈ കടത്തിൻ്റെ പലിശയായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ്.
അപ്പോൾ കേരളം എങ്ങോട്ടേക്കാണ് പോകുന്നത്? നമ്മൾ ഓരോരുത്തരും എത്ര വലിയ കടക്കണിയിലാണ് കിടക്കുന്നത്. ഇതൊന്നും കാണാണ്ട് എൻ്റെ സിനുജി ഇന്നലെ ബ്രേക്കിംഗ് ന്യൂസ് വന്ന് കണ്ടില്ലേ? പിണറായി വിജയൻ്റെ മകനെതിരെ വന്ന EDയുടെ റിപ്പോർട്ടിൽ പോലും അദ്ദേഹം ഹാജരായിട്ടില്ല. അപ്പോൾ സ്വന്തം മകനെയും മകളെയും സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു പിതാവ് കാണിക്കുന്ന വ്യഗ്രത എന്നിടയിൽ ഓരോ മന്ത്രിമാർക്ക് ഓരോ റോള് കൊടുത്തിരിക്കുകയാണ്. ശിവൻകുട്ടി സഖാവ് ഞങ്ങൾ സംരക്ഷിക്കുന്നു. ജനങ്ങളെ കുറിച്ച് അവർക്ക് യാതൊരു വേവലാതിയുമില്ല. ഞങ്ങളുടെ സ്വർണം എവിടെ പോയാലും കുഴപ്പമില്ല, ഞങ്ങൾ സമർപ്പിക്കുന്ന സ്വർണം എവിടെ പോയാലും കുഴപ്പമില്ല, ഞങ്ങളുടെ കുട്ടികളൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ എന്ത് ജോലി ചെയ്താലും കുഴപ്പമില്ല. സിനുജി ഒരു മേയർ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കോർപ്പറേഷനിൽ, ആ മലയാളിയാണ്, ഇംഗ്ലണ്ടിലെ. അദ്ദേഹം ഒരു ദിവസം 10-12 കുട്ടികളെങ്കിലും വിളിക്കും. ഇവിടുന്ന് വലിയ അക്കരപ്പച്ച എന്ന് പറഞ്ഞ് പോയി അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവണേ ഏറ്റവും മോശപ്പെട്ട ജോലിയാണ് അവർ ചെയ്യുന്നതെന്ന്. എങ്ങനെയെങ്കിലും രക്ഷിക്കൂ സാർ എന്നും പറഞ്ഞിട്ട് 35 ലക്ഷമൊക്കെ വീടൊക്കെ പണയം വെച്ചിട്ടാണ് ഈ കുട്ടികൾ പോകുന്നത്. എത്രയോ മാതാപിതാക്കൾ വിളിക്കുന്നു അവരെ ഈ കൊടുക്കാത്ത പൈസയ്ക്ക് വേണ്ടിയിട്ട് വീട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി എങ്ങനെയെങ്കിലും സഹായിക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഒരു ഇതുമില്ലാണ്ട് കേരളം, ഈ 40,000 പ്രൊഫഷണൽസേ ഉള്ളൂ കേരളത്തിൽ. എത്രയോ പ്രൊഫഷണൽസ് ഈ കേരളത്തിലുണ്ട്. അവർ തിരിച്ചു വന്നു എന്നുള്ളത് അതിനെ വലിയ ചെണ്ട കൊട്ടി ഘോഷിച്ച് കേരളം അങ്ങ് വലിയ ഒടുക്കത്തെ സംസ്ഥാനമാകാൻ പോകുന്നു. കണ്ണുനീരോടുകൂടിയാണ് അവർ വന്നിരിക്കുന്നത്. ഇവിടെ വന്ന് ഈ ദുരിതത്തിൽ എങ്ങനെ ജീവിക്കും എന്നറിയില്ല. പുറത്തേക്കൊന്ന് ഇറങ്ങാൻ പറ്റുമോ? വെള്ളക്കെട്ടിന് വെള്ളക്കെട്ട്, ഈ അഴുക്കുകൾക്ക് അഴുക്ക്, പല്ലി മുതൽ പാറ്റ മുതൽ ഇഴജന്തുക്കൾ, കരിമൂർഖൻ. ഇന്നലെ ഒരാൾ എനിക്ക് അയച്ചു, വീടിൻ്റെ വരാന്തയിൽ കൂടെ പോകുന്നത് കരിമൂർഖൻ. അതിന് മുമ്പ് നമ്മൾ കണ്ടല്ലോ മലമ്പാമ്പ്. ഇങ്ങനെയുള്ള വിവിധ ആവാസ വ്യവസ്ഥയിൽപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ പുറത്തു താമസിക്കുന്ന ഒരാൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. ഈ വെറുതെ ഈ ഒരു കേർട്ടൻ റൈസറാണ് നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻ. എന്തായാലും കേരളത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞേ, അതിന് മുന്നോടിയായിട്ട് അത് കഴിഞ്ഞ് 4 മാസം കഴിയുമ്പോൾ അസംബ്ലിയാവും. അതിനിടയ്ക്ക് ആക്രാന്തം പിടിച്ച് എന്തൊക്കെയോ ഇവർ പറയുന്നു. 40,000 ആളുകൾ തിരിച്ചു വന്നു, ഇവരൊക്കെ ചേർന്ന് കേരളത്തിനെ സ്വർഗമാക്കാൻ പോകുന്നു, വ്യവസായങ്ങൾ തുടങ്ങാൻ പോകുന്നു, അതിൽ ആൾക്കാർക്ക് ജോലി കിട്ടാൻ പോകുന്നു. ഈ 10 കൊല്ലത്തിനിടയ്ക്ക് ഇപ്പോഴാണോ ഈ 40,000 പേരെക്കുറിച്ച് ചിന്ത വന്നത്? ഇതിനൊന്നും ഞാൻ പറയുകയാണെങ്കിൽ മീഡിയ യാതൊരു പബ്ലിസിറ്റിയും കൊടുക്കരുത്. എന്തോ വിടുവായത്തം പറയുന്നു, എന്തോ പിച്ചും പേയും പറയുന്നു എന്ന് വിചാരിച്ച് അത് അവസാനിപ്പിക്കേണ്ട കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.